അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അതായത് കമ്മ്യൂണിറ്റി ടാബിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ സംശയങ്ങൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞു തുടങ്ങാം. ആദ്യം ചോദിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഒരു സ്ഥിരം കസ്റ്റമറായ എൽദോ ഐസക്കാണ്. അതായത് ഉപ്പുമാവിന് വെള്ളം എടുക്കേണ്ടത് എത്ര അളവാണ്? ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് റോസ്റ്റഡ് റവയാണ് യൂസ് ചെയ്യണത്. ഒരു ഗ്ലാസ് റവ എടുക്കുകയാണെങ്കിൽ ഒരു 1.25 ഗ്ലാസോടടുത്ത് വെള്ളം ചേർക്കും. ഞാൻ ചേർക്കണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ ആ റവ അതിൽ ശരിക്ക് കുഴഞ്ഞ് നന്നായിട്ടത് മിക്സായി നല്ലൊരു ചെറിയൊരു കുഴഞ്ഞ പരുവത്തിൽ കിട്ടും. ഇപ്പോൾ ഒരു ഗ്ലാസ് റവയ്ക്ക് 1 ഗ്ലാസ് വെള്ളം ചേർക്കണമെങ്കിൽ എൻ്റെ അനുഭവത്തിൽ അത് പൂർണ്ണമായിട്ടങ്ങ് ലയിച്ച് വരൂല, ഇച്ചിരി ഒരു ഉണക്ക് പോലെ എനിക്ക് തോന്നാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും 1 ഗ്ലാസ് റോസ്റ്റഡ് റവയ്ക്ക് 1.25 ഗ്ലാസ് വെള്ളം ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇനി കുറേയേറെ സംശയം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ആനി വർഗീസ് എന്ന് പറയുന്ന സബ്സ്ക്രൈബറാണ്. അപ്പം ആ സംശയങ്ങൾ ഓരോന്നായി വായിച്ച് ഞാൻ മറുപടി പറയാം. നമ്പർ 1, ചപ്പാത്തി സോഫ്റ്റ് ആകാൻ നമ്മൾ എന്ത് ചെയ്യണം? ഞങ്ങൾ വൈകിട്ട് ഡെയിലി എന്ന് പറഞ്ഞ പോലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ഡിന്നറിന്. അപ്പോൾ ചപ്പാത്തി സോഫ്റ്റ് ആകാനായിട്ട് 2 മാർഗ്ഗം ഞാൻ ചെയ്യാറുണ്ട്. ഒന്ന്, ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കുമ്പോൾ അതിൽ ചെറു ചൂടുവെള്ളം ചേർത്ത് ഉപ്പും ചെറു ചൂടുവെള്ളവും ചേർത്ത് കുഴച്ച് വെക്കുക. ഒരു അരമണിക്കൂർ കുഴച്ച് വെച്ചിട്ട് ചപ്പാത്തി ചൂടുക. അത് നമ്മൾ ചപ്പാത്തിയുടെ ലൈവ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു മെത്തേഡ് അത് സോഫ്റ്റായ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. 2, ചപ്പാത്തിക്കുള്ള മാവ് കുഴയ്ക്കുമ്പോൾ ചെറു ചൂടുവെള്ളത്തിന് പകരം ചെറു ചൂടുള്ള പാലും ഉപ്പും ചേർത്ത് കുഴയ്ക്കുക. അത് കൂടുതൽ സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പം പാല് ഫുള്ളായിട്ട് ചേർക്കാനില്ലെങ്കിലും ഒരു പകുതി പാലും പകുതി ചെറു ചൂടുവെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല. അത് ചേർത്ത് കുഴച്ചിട്ട് നമ്മളൊരു 10 മിനിറ്റ് കഴിഞ്ഞ് ചപ്പാത്തി ചൂടാം, ഒരു കുഴപ്പമില്ല, വളരെ സോഫ്റ്റായിട്ടിരിക്കും. ഒരു പ്രാവശ്യം അനിവറീസ് ഒന്ന് പരീക്ഷിച്ച് നോക്കുക, എന്നിട്ട് അഭിപ്രായം ഇതുപോലെ പറയുക കേട്ടോ. ഇനി അടുത്ത സംശയം, മീൻ വെട്ടുന്നതൊന്ന് കാണിക്കാമോ എന്ന്. നമ്മൾ ഫിഷ് കറി 2 കറി ചെയ്തതിൽ മീൻ വെട്ടുന്നത് കാണിച്ചിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ചെറുമത്സ്യമായ ചാള എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നമ്മൾ കംപ്ലീറ്റ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഇടാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അതിൻ്റെ ലിങ്ക് താഴെ ബോക്സിൽ നമ്മൾ തരാം കേട്ടോ. അപ്പോൾ അതൊന്ന് നോക്കുക. പിന്നെ നമ്മൾ ഈ മുളക് ചാറ്, അമ്മ വെച്ച മീൻ കറി മുളക് ചാറിൽ നമ്മുടെ ആഗോലി മീൻ വെക്കുന്നതിലും നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ഫുൾ ഒരു മീൻ എടുത്തിട്ട് അത് ക്ലീൻ ചെയ്ത് സ്ലൈസ് ചെയ്ത് എടുത്ത് കറി വയ്ക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2ൻ്റെ ലിങ്ക് താഴെ ബോക്സിൽ ഇട്ട് തരാം. അപ്പം നിങ്ങൾ ആനിയൊന്ന് അതൊന്ന് നോക്കാം. അപ്പം എനിക്കത് മനസ്സിലാവും, എൻ്റെ സംശയം മനസ്സിലായി കിട്ടും. പിന്നെ അടുത്ത ചോദ്യം നോക്കട്ടെ ഏതാന്നുള്ളത്. ഇനി ചോദിച്ചിരിക്കുന്നത് കോഴി എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്നാണ്. ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴി സാധാരണയായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് ഒരു 6 അല്ലെങ്കിൽ 8 പീസായിട്ട് കട്ട് ചെയ്ത് വാങ്ങിക്കും സാധാരണ രീതിയിൽ. അത് വാങ്ങിച്ചിട്ട് പിന്നെ നമുക്ക് മപ്പാസ്, റോസ്റ്റ്, ഉലർത്ത്, ഫ്രൈ, ഇങ്ങനെ ഓരോ വെറൈറ്റി സ്റ്റൂവ് ഇതൊക്കെ ചെയ്യുന്നതിന് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മുടെ പീസ് എത്ര വലിപ്പം വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കുവാണ് പതിവ്. പിന്നെ ചോദിച്ചിരിക്കുന്നത് വട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കാം, സോഫ്റ്റ് ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാം. വട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് ഞങ്ങൾ കള്ളൊഴിച്ച് നാടൻ രീതിയിലുള്ള പഞ്ചസാര ചേർത്ത വട്ടയപ്പവും ശർക്കര ചേർത്ത വട്ടയപ്പവും ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഓൾറെഡി. അതിൻ്റെ ലിങ്ക് താഴെ ഇട്ട് തരാം. അപ്പോൾ അത് സംശയം എങ്ങനെയാണെന്ന് മനസ്സിലായി കിട്ടും. 2 തരം വട്ടയപ്പത്തിൻ്റെ ഇട്ട് തരാം കേട്ടോ. പിന്നെ ചോദിച്ചിരിക്കുന്ന സോഫ്റ്റ് ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. സോഫ്റ്റ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് ഞാനിപ്പോൾ എൽദോയ്സക്കിന് ഒരു ടിപ്പ് പറഞ്ഞായിരുന്നു. നമ്മൾ 1 ഗ്ലാസ് റോസ്റ്റഡ് റവയ്ക്ക് 1.25 ഗ്ലാസ് വെള്ളം ചേർക്കുക. അതുപോലെ തന്നെ ഉപ്പുമാവിന് ഉള്ളി, ഇഞ്ചി, സവോള ഇതെല്ലാം വഴറ്റി വെള്ളം തിളപ്പിച്ച് തേങ്ങയും അതിൽ ചേർത്ത് കഴിഞ്ഞിട്ട് റവ ചേർക്കണ കൂടെ 1 ഗ്ലാസ്സിന് 1 ടേബിൾ സ്പൂൺ വടിച്ച് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പുമാവ് സോഫ്റ്റ് ആയിട്ടിരിക്കും, വളരെ രുചികരമായിരിക്കും. ആ ഉപ്പുമാവിന് പഴമോ പഞ്ചസാരയോ മറ്റ് കറികളോ ഒന്നുമില്ലാതെ കഴിക്കാനും പറ്റും. കോഴിക്കോട്ട എങ്ങനെ ഉണ്ടാക്കാം, ചപ്പാത്തി ഈസിയായി കുഴയ്ക്കുന്നത് എങ്ങനെ. കോഴിക്കോട്ട എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമ്മൾ അരിപ്പൊടി കൊണ്ടുള്ള കോഴിക്കോട്ട
നമ്മൾ കോഴിക്കോട്ടെ ശനിയാഴ്ച ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് ഇതിൽ. അപ്പോൾ അത് നോക്കി അതും ഇതുപോലെ ലിങ്ക് ഇട്ട് തരാം, അത് നോക്കി അത് മനസ്സിലാകും കേട്ടോ. പിന്നെ ചപ്പാത്തി ഈസി ആയി കുഴയ്ക്കുന്നത്. ചപ്പാത്തി സാധാരണ ഞാൻ കുഴയ്ക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒന്നുമല്ലെങ്കിൽ പാല്, ചെറു ചൂടുള്ള പാല് ചേർത്ത് ഉപ്പും ചേർത്ത് മാവ് കൈകൊണ്ട് തന്നെയാണ് ഞാൻ കുഴച്ചെടുക്കണത്. കുഴച്ച് വെച്ചിട്ട് ചുടുക, അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളവും ഉപ്പും ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കുഴച്ച്, ചൂടുവെള്ളമാണെങ്കിൽ ഒരു അരമണിക്കൂർ കുഴച്ച് വെച്ചിട്ട് ചുട്ടെടുക്കുക പതിവ്. ഞാൻ കൈകൊണ്ട് മാത്രമേ കുഴച്ചെടുക്കാറുള്ളൂ, മറ്റു മാർഗ്ഗങ്ങൾ ഞാൻ ചെയ്യാറില്ല കേട്ടോ. പിന്നെ ചോദിച്ചിരിക്കുന്നത് ബ്ലാക്ക് ഹൽവ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ബ്ലാക്ക് ഹൽവ എങ്ങനെ ഉണ്ടാക്കാം, പനീർ എങ്ങനെ ഉണ്ടാക്കാം. ഈ ഹൽവ ആകെ ഹൽവ ചെയ്യുന്നത് ഞാൻ ഉണ്ടാക്കുന്നത് ഈ ചക്കയുടെ സീസൺ ആയി കഴിയുമ്പോൾ ചക്കപ്പഴം കൊണ്ടുള്ള ഹൽവയെ ഉണ്ടാക്കാറുള്ളൂ. മറ്റേ വൈറ്റ് ഹൽവയോ ബ്ലാക്ക് ഹൽവയോ ഒന്നും ഞാൻ ചെയ്യാറില്ല. എന്താണെന്ന് വെച്ചാൽ അത് ഹൽവയാകുമ്പോൾ നമ്മളത് തയ്യാറാക്കുമ്പോൾ കുറച്ചധികം ഇളക്കി അത് റെഡിയാക്കി എടുക്കണമല്ലോ. അപ്പോൾ കൂടുതൽ അങ്ങനെ ഇളക്കുമ്പോൾ കൈക്കൊക്കെ ഓരോ ബുദ്ധിമുട്ടുണ്ട്. അത് കാരണം ഞാൻ അങ്ങനെ ഇളക്കി അങ്ങനെ ചെയ്യണ ഹൽവയുടെ പരിപാടിയിലേക്ക് നോക്കിയിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ചക്കയുടെ സീസൺ ആകുമ്പോൾ ചക്ക വരട്ടിയതും ഉണ്ടാക്കും, അതുപോലെ ചക്കയുടെ ഹൽവയും ഉണ്ടാക്കും. ചക്ക വരട്ടിയതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഓൾറെഡി ഇട്ട് തരാം. ചക്ക ഹൽവായുടെ ഞങ്ങൾ ഈ പ്രാവശ്യം ചക്ക ഇടിഞ്ചക്കപ്പാകം ആയോളൂ, മൂത്ത് വരുമ്പോൾ പഴുത്ത് തയ്യാറാക്കാം, അപ്പം കാണിക്കാം കേട്ടോ. പിന്നെ അതുപോലെ പനീർ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് ഞാനൊന്ന് ചെക്ക് ചെയ്ത് മനസ്സിലാക്കിയിട്ട് അത് ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഓൾറെഡി അത് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ മറുപടി തരാത്തത്. മീൻ വെട്ടുന്നത് എങ്ങനെയെന്ന് കാണിക്കാമോ? അപ്പം മീൻ വെട്ടുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു, ചാള വെട്ടുന്നതിൻ്റെയും ആഗോലി മീൻ ക്ലീൻ ചെയ്ത് വെട്ടിയെടുക്കുന്നതിൻ്റെയും ലിങ്ക് ഇട്ട് തരാം. ഓൾറെഡി നമ്മളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആനി വർഗീസിന് ഒരുവിധം എല്ലാ മറുപടികളും കിട്ടിക്കാണുമല്ലോ അല്ലേ. പിന്നെ 1-2 ഐറ്റത്തിന് ഞാൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ മറുപടി പറയാത്തത്. വേറൊരു ഡൗട്ടും കൂടെ ചോദിച്ചിട്ടുണ്ട്, ബജിയൻ ബാറെ എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അത് ആ ഐറ്റത്തിൻ്റെ പേര് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, ഞാനത് ചെയ്തിട്ടുമില്ല, എനിക്കത് പിടികിട്ടിയില്ല കേട്ടോ എന്താ ഐറ്റം. നിങ്ങൾ ഞങ്ങൾക്ക് ആ പേരിലൊരു ഐറ്റത്തെ പറ്റി അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഒരുവിധം എല്ലാം മനസ്സിലായി കാണുമല്ലോ അല്ലേ. പിന്നെ ഈ ഞാൻ ചെയ്തിരിക്കുന്നതിൻ്റെ എല്ലാം ലിങ്ക് താഴെ ഇട്ട് തരാം, അപ്പോൾ പിന്നെ അത് പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത് മനസ്സിലായി കിട്ടും.